ഇത് വോട്ടർ പട്ടികയല്ല, KPCC ഭാരവാഹി പട്ടികയാണ്. KPCC ഭാരവാഹി പട്ടിക വായിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പേര് ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണം. ഭാരവാഹികൾ അവരവരുടെ സ്ഥാനങ്ങൾ ഓർത്തു വെക്കണം. പിന്നീട് മാറിപ്പോയെന്ന് പറയരുത്. ഭാരവാഹി പട്ടിക ടൈപ്പ് ചെയ്താൽ ഒടുവിൽ പുള്ളിയുടെ പരിചയത്തിലുള്ള 4 നേതാക്കളുടെ പേര് കൂടി ചേർത്തെന്നും അതാരെന്ന് കണ്ടെത്താൻ പ്രത്യേക സമിതി അന്വേഷണം തുടങ്ങിയെന്നും. കമ്മിറ്റി വിളിച്ചാൽ ആളെ തിരിച്ചറിയാനായി ജനറൽ സെക്രട്ടറിമാർക്കെല്ലാം പ്രത്യേക നിറത്തിലെ ബാഡ്ജ് നൽകും. ട്രോളുകളുടെ പെരുമഴയാണ്. KPCCക്ക് ജംബോ ഭാരവാഹി പട്ടിക എന്ന് പറഞ്ഞാൽ പോരാ, ജംബോ ജംബോ എന്ന് ആവർത്തിച്ചു പറയേണ്ടി വരും. ഭാരവാഹി പട്ടികയിലെ എണ്ണപ്പെരുക്കമാണ് ട്രോൾ മഴയ്ക്ക് കാരണം. വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 5-ൽ നിന്നും 13ആയി. ജനറൽ സെക്രട്ടറിമാരുടേത് 28-ൽ നിന്നും 59ആയി. അടിയന്തര ഘട്ടത്തിൽ സുപ്രധാന തീരുമാനമെടുക്കാൻ കൊണ്ടുവന്ന രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ എണ്ണം 32-ൽ നിന്നും 38ആയി. ഇപ്പോൾ തന്നെ സെഞ്ചുറി കടന്ന ഭാരവാഹി പട്ടികയിലേക്ക് ഇനി സെക്രട്ടറിമാരുടെ പട്ടിക കൂടി വന്നാൽ ഡബിൾ സെഞ്ചുറി ആകുമെന്നും അതല്ല ട്രിപ്പിൾ സെഞ്ചുറി ആയാലും അത്ഭുതപ്പെടാനില്ല എന്നുമൊക്കെയാണ് തമാശകൾ നിറയുന്നത്. എന്തിനാവും ഇത്ര വലിയ പട്ടിക KPCC തയ്യാറാക്കിയത്? പാർട്ടിയെ നയിക്കാനുള്ള ടീം എന്നതിനപ്പുറം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള നീക്കമായേ ഇതിനെ കാണാനാവും. ഗ്രൂപ്പ്, മതം, ജാതി, ആൺ, പെൺ, സ്ഥലം തുടങ്ങി സർവ്വ ആവശ്യങ്ങളും പരിഗണിച്ചതാണ് പട്ടിക. പക്ഷേ അപ്പോഴും പരാതി തീരുന്നില്ല എന്നത് മറ്റൊന്ന്. പരമാവധി ആളുകളെ ഉൾപ്പെടുത്തിയുള്ള പട്ടിക എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തുമോ? ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം.